തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. കണ്ണ് കണ്ടുകൂടരുത് എനിക്ക്. നോക്കിയാ വണ്ടി ഓടിക്കുന്നത് നോക്കി പോടാ, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ അടി കയറുന്നി. നീ എവിടെ നോക്കിയാ വന്നത്? നീ തോന്നിയാലും വണ്ടി ഓടിച്ചിട്ട് എന്നെ വെക്കിട്ട് കയറാണോ? നീ റോഡ് നോക്കി ഓടിക്കുക, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. റോങ് സൈഡിൽ വന്നിട്ട് നീ തോന്നിയ ദിവസം പറയുന്നോടാ. എന്താ ഇത്? റൗഡികളെ പോലെ റോഡിൽ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ വഴക്കുണ്ടാക്കുന്നേ. വണ്ടി എടുക്ക്. അവരോടൊന്നും വാചകടിച്ച് നമുക്ക് ജയിക്കാൻ പറ്റില്ല. നിന്റെ ഇമേജ് നീ വെറുതെ സ്പോയിലാക്കുക ചെയ്യുന്നത്. കണ്ടില്ല അമ്മേ, അവൻ റോങ് ആയിട്ട് വന്നിട്ട് എന്നെ കുറ്റം പറയാ. അവരൊക്കെ അങ്ങനത്തെ ആൾക്കാരാ. അവരോടൊന്നും സംസാരിക്കാനേ പാടില്ല. ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും പോവരുത്. നീ വണ്ടി എടുക്ക്. നോക്കി ഓടിക്കേ. നീ ആദ്യം പോടാ മര്യാദ. വിക്രം, വണ്ടി എടുക്കാൻ പറഞ്ഞില്ലേ? ഇറങ്ങിക്കോളും. മാരണങ്ങള് നിങ്ങൾ എന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അവനെ ഞാനെന്ന് ചവിട്ടി കൂട്ടിയാനെ. എന്താടാ ഇത്? ഈ കാര്യത്തിനൊക്കെയാണോ ടെൻഷൻ അടിക്കുന്നത്? ഈ ടെൻഷൻ അടിച്ച മുഖം വെച്ചാണോ നിലയുടെ അമ്മയെ കാണാൻ പോകുന്നത്? ആ പെണ്ണ് പേടിച്ചു പോവും. നീ ഒന്ന് റിലാക്സ് ആവടാ. വരാം. ഇതാണ് എന്റെ ബെഡ്റൂം. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണത്. ഞാനും അച്ഛൻ ഇവിടെ കിടക്കുന്നത്. നീ വാ, കവിനൊന്നും പറയില്ല, ഞാൻ നോക്കിക്കോളാം. ഇല്ലില്ല, ഞാൻ പറയും. ഞാൻ നിങ്ങക്ക് മാത്രമേ കാണിച്ചു തരുമെന്ന് ആദ്യം പറഞ്ഞല്ലേ. അവള് നേരത്തെ വീട് മുഴുവൻ ചുറ്റിക്കണ്ടല്ലേ. വീണ്ടും എന്തിനാ അവളെ വിളിക്കുന്നത്? വേണ്ട ആന്റി. കവിൻ, ഞാനൊരു കാര്യം പറയട്ടെ. ആ, പറഞ്ഞോ. നീ നിലയുടെ കൂടെ ഫ്രണ്ട് ആയില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാൻ പോവാ. എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നിലക്കും എനിക്ക് സെറ്റ് ആവില്ല ആന്റി. പക്ഷെ ആന്റി ഞാൻ സെറ്റ് അല്ലേ? ആന്റി കാരണമല്ല ഞാൻ ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ പ്രധാന. അവളെ കൊണ്ട് എനിക്ക് നോ യൂസ്. മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. ട്രൂത്ത്ഫുൾ ആണോ നല്ലവരാണോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ അടുക്കാൻ. കുറച്ചുകൂടി സാവകാശം താണ്ടി. പെട്ടെന്നൊന്നും നിലയെടുത്ത് ഫ്രണ്ട് ആവാൻ പറ്റില്ല. ഒന്ന് ആലോചിക്കാനുണ്ട്, പ്ലീസ്. ഇതിലിപ്പോ ആലോചിക്കാൻ എന്താ ഉള്ളത്? രണ്ടുപേരെ ഹാൻഡ് ഷേക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആവുക, സിമ്പിൾ. ഇപ്പൊ ഉടനെ അത് പറ്റില്ല ആന്റി, കുറച്ചു കാലം കഴിയും. അമ്മേ, അവനെ കമ്പൽ ചെയ്യണ്ട, വിട്ടേക്ക്. അവൻ എപ്പോ തോന്നുന്നോ അപ്പൊ അവൻ എന്റെ അടുത്ത് ഫ്രണ്ട് ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. വെരി ഗുഡ്. ഈ അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് വളരെ ഇഷ്ടായി. ദാ ഫോട്ടോ കാണിച്ചു തരാം. കവിൻ, നീയാണോ അത്? എവിടെ നോക്കട്ടെ. ആബ്സല്യൂട്ട്ലി ഇത് ഞാൻ തന്നെയാ. എടാ, എന്ത് ക്യൂട്ടാടാ നീ. കണ്ടോണ്ടേ ഇരിക്കാൻ തോന്നാം. എന്തിനാ എന്റെ ഫോട്ടോ ടാൻഡി കരയുന്നത്? ആന്റി, എന്തിനാ എന്റെ ഫോട്ടോ ടാൻഡി കരയുന്നത്? ഏയ്, അതൊന്നല്ലടാ. അല്ലല്ല, കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. ഇല്ല, അതെന്തോ കണ്ണില് പൊടി വീണതാ, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടില് ഡസ്റ്റോ 24 hours സെർവന്റ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന വീടാ.
അല്ലല്ല, ഡസ്റ്റ് തന്നെ ആയത്. കുഴപ്പമൊന്നുമില്ല. താങ്ക് യു ആന്റി. ദാ, ഇത്രയും നേരമായിട്ട് എന്താ വിജയെ കാണാത്ത? രണ്ടുപേരും വീട്ടിലേക്ക് വരാൻ വൈകുന്നെന്താ? പറ മുത്തശ്ശി. നിലമുളെ, എന്തു പറ്റി? രണ്ടുപേരും എവിടെയുള്ളേ? എന്താ വീട്ടിലേക്ക് വരാത്തത്? ഞാനും അമ്മയും കവിനെ കൂട്ടിയിട്ട് അവന്റെ വീട്ടിൽ വന്നേക്കാ മുത്തശ്ശി. ഓ, അങ്ങനെയാണോ? ഓ, അയ്യോ, അവിടെയോ? എന്താ പറഞ്ഞത്? ശരിക്കും നീയും അമ്മയും കൂടി കവിന്റെ വീട്ടിലേക്ക് പോയെന്നോ? അതെ മുത്തശ്ശി. ഇന്ന് കവിനെ വിളിക്കാനായിട്ട് അവന്റെ അച്ഛൻ സ്കൂളിൽ വന്നില്ല. അവൻ ആകെ വിഷമിച്ചിരിക്കായിരുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും അവനെ വിളിച്ചോണ്ട് അവന്റെ വീട്ടിലേക്ക് വന്നു. ഇപ്പൊ രണ്ടുപേരും എവിടെയുള്ളത്? ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞേ. അതല്ലേ പറഞ്ഞ മുത്തശ്ശി, കവിന്റെ വീട്ടിനകത്തുണ്ട്. കവിന് അമ്മയും കൊണ്ട് വീട് കാണിച്ചോണ്ടിരിക്ക. അയ്യോ, ഇപ്പൊ എല്ലാം എന്റെ കൈ വിട്ട് പോകുന്ന തോന്നുന്നു. നില, വീട്ടില് കവിന്റെ അച്ഛൻ വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നില്ല മുത്തശ്ശി. എവിടെ പോയെന്ന് അറിയില്ല. കവിന്റെ അച്ഛമ്മ? അച്ഛമ്മ ഇവിടെ ഇല്ല. എന്റെ ഭഗവാനെ, ഇപ്പൊ എന്തിനാ മുത്തശ്ശി ഭഗവാനെന്ന് വിളിച്ച്? അത് വേറൊന്നുമില്ല. നീ ഫോണ് കൊണ്ട് വേഗം അമ്മയുടെ അടുത്തൊന്ന് കൊടുത്തേ. എന്തിനാ മുത്തശ്ശി? മുത്തശ്ശി എന്നാ പരിഭ്രമിച്ച് സംസാരിക്കുന്നത്? പരിഭ്രമൊന്നുമില്ല മോളെ. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നീ ചെയ്തേ. ഫോൺ എടുത്തോണ്ട് പോയി വേഗം അമ്മയുടെ കയ്യിൽ കൊടുത്തേ. പോ മോളെ, ചെല്ല്. അയ്യോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? വേഗം അവരെ ഇങ്ങോട്ട് വരുത്തണമല്ലോ. ആന്റി, അങ്ങോട്ട് നോക്കിയ ബീച്ച് കണ്ടില്ലേ? നില, എന്തു പറ്റി? എന്തിനാ ഓടി വരുന്നത്? വീട് പോയില്ലേ? മുത്തശ്ശി ലൈനിലുണ്ട്, സംസാരിക്കാണെന്ന്. സംസാരിക്കേ. ഹലോ, പറയമ്മേ. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ലേ.